വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. പരസ്പരം തിരുത്തുവാനും ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടെ പ്രാർത്ഥിക്കുവാനും അതോടൊപ്പം തന്നെ സഭയ്ക്ക് മനുഷ്യജീവിതത്തിൻ്റെ കുറവുകൾ പരിഹരിക്കാനായി അധികാരമുണ്ടെന്നുമൊക്കെ ഓർമ്മപ്പെടുത്തുന്ന സുവിശേഷ ഭാഗമാണ് നാം വായിക്കുന്നത്. ഒന്ന് ചേർത്ത് വായിച്ചാൽ ഒരു കൂട്ടായ്മയുടെ നന്മയാണ് സുവിശേഷം നമ്മളോട് പറയുന്നത്. ഒരാൾ തെറ്റ് ചെയ്താൽ അയാൾക്ക് മുറിവുകൾ വരാത്ത രീതിയിൽ അയാളുടെ തെറ്റുകൾ തിരുത്താനായി പരിശ്രമിക്കുക. അയാൾ അതിന് സന്നദ്ധനല്ലെങ്കിൽ മാത്രം ഒരു സമൂഹമധ്യേ അതിനെ കൊണ്ടുവരിക. അത് ഒരു കൂട്ടായ്മയുടെ നന്മയായിട്ട് കൊണ്ടു നടക്കാൻ കഴിയുക. ഈ സുവിശേഷ ഭാഗത്ത് നാം വായിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഈ കൂട്ടായ്മയുടെ നന്മ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്ന് സംസാരിക്കുമ്പോഴാണ് ഒരു കൂട്ടായ്മയ്ക്ക് ഭിന്നമായോ അല്ലെങ്കിൽ വ്യക്തിപരമായോ ഒരു കാര്യത്തിൽ കുറവ് സംഭവിക്കുമ്പോൾ അയാളെ തിരികെ വിളിക്കാനും ചേർത്ത് പിടിക്കാനുമുള്ള ശ്രമമുണ്ടാകണമെന്ന് വ്യക്തമായിട്ട് പറയുന്നു. എന്നാൽ രണ്ടാമത്തെ ഭാഗത്തെത്തുമ്പോൾ അതൊരു ആത്മീയതലമാണ്. കുറെ കൂടി ഒരുമ ആവശ്യമുള്ള ഒരിടമായിട്ട് പ്രാർത്ഥനയുടെ ഇടത്തെ അവിടെ മാറ്റുന്നുണ്ട്. ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുക, ഒരേ വികാരത്തോടും ഒരേ മനസ്സോടുകൂടി നിലനിൽക്കാനായിട്ട് കഴിയുക. പറഞ്ഞു വയ്ക്കുന്ന കാര്യത്തിന് ഒരു ചുരുക്കെഴുത്ത് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയിലായാലും കൊള്ളാം, സാമൂഹിക ജീവിതത്തിലായാലും കൊള്ളാം, സഭ കൂട്ടായ്മ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോരുത്തരെയും അംഗീകരിക്കുകയും സ്വീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാനായി കഴിയുക. ഓരോരുത്തരുടെയും ജീവിതത്തെ കുറെ കൂടിയൊക്കെ സ്നേഹത്തോടുകൂടി സഹോദര ബുദ്ധിയ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് സുവിശേഷം നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. നാം പലപ്പോഴും ഭിന്നിപ്പിൻ്റെ സ്വരങ്ങളാണ് എല്ലായിടത്തും കേൾക്കുന്നത്. സാധാരണ രീതിയിൽ പറയുന്ന ഒരു വാചകമാണ് ഐക്യം അത് ദൈവാത്മാവിലൂടെ സാധ്യമാകുന്നതും ഭിന്നത പിശാചിൻ്റെ കുടലതന്ത്രങ്ങളിലൂടെ രൂപപ്പെടുന്നതുമാണ്. ആദ്യം മുതലേ ഇത് കാണുന്നുണ്ട്. എവിടെയൊക്കെ ഭിന്നിപ്പുണ്ടാകുന്നുവോ അവിടെയൊക്കെ പൈശാചിക ശക്തികളുടെ സ്വാധീനം പ്രബലമാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുക. യേശുനാഥൻ ആഗ്രഹിക്കുന്നത് ഒരു ഒരുമയുടെയും സ്നേഹത്തിൻ്റെയും കൂട്ടായ്മ ഉണ്ടാവുക എന്നുള്ളതാണ്. അതിന് ഓരോ വ്യക്തികൾക്കും ഉത്തരവാദിത്വമുണ്ട്. ഓരോ വ്യക്തികളും തങ്ങളുടെ ജീവിതത്തിൽ തങ്ങളുടേതായ ഐക്യത്തിലൂടെ തങ്ങളുടേതായ കൂട്ടായ്മയെ ഐക്യത്തിൽ കാത്തു സൂക്ഷിച്ച് നന്മയിൽ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് കഴിയണമെന്നുള്ളത് ഈ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തും. നമുക്ക് പ്രാർത്ഥിക്കാനുള്ളതും ഈ കാലഘട്ടത്തിൽ സവിശേഷമായിട്ട് പ്രാർത്ഥിക്കാനുള്ളത് ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ്, ഈ ഒരുമയ്ക്ക് വേണ്ടിയാണ്. ഭിന്നതയുടെ സ്വരം പലപ്പോഴും കത്തോലിക്കാ സഭയുടെ നാശത്തിലേക്കും ഇല്ലായ്മയിലേക്കുമൊക്കെ വഴി തെളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം ജീവിക്കുന്നതെന്നുള്ളത് ഓർക്കുന്നത് നല്ലതാണ്.